സന്താപവും സന്തോഷവും നിശ്ചയിക്കുന്നത് കാര്യങ്ങൾ ഇന്ന് ചെയ്യേണ്ട നാളേക്ക് മാറ്റിവെക്കുക എന്നുള്ള സ്വഭാവമാണ്. ഞാൻ പല മഹാത്മാക്കളുടെയും വചനങ്ങൾ കേട്ടിട്ടുണ്ട്. നാളെ ചെയ്യുന്നത് ഇന്ന് ചെയ്യുന്നവൻ ഇന്ന് ചെയ്യേണ്ടത് ഇപ്പോൾ ചെയ്യുന്നതാണ് യഥാർത്ഥമായിരിക്കുന്ന ബുദ്ധി എന്ന്. അതുകൊണ്ട് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നുള്ളതായിട്ടുള്ള ചിന്തകളുടെ 2 നെഗറ്റീവ് ഫാക്ടേഴ്സാണ്. ഒന്ന് പ്രോബ്ലം സീക്കിംഗ്, മറ്റൊന്ന് പോസ്റ്റ്പോണിങ്. അതുകൊണ്ട് കാര്യത്തെ മാറ്റിവെക്കാൻ വേണ്ടി, ഇന്നിൽ നിന്ന് നാളത്തേക്ക് മാറ്റിവെക്കാൻ വേണ്ടി ആര് നിശ്ചയിക്കുന്നുണ്ടോ അവർ മനസ്സിലാക്കിക്കോളൂ, ജീവിതത്തിൽ വിജയം നിങ്ങളെ വിട്ട് ഓരോ ദിവസം കഴിയും തോറും ദൂരേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാതെ അടുത്തു വരുന്ന ദിവസം നമുക്ക് ഉണ്ടാവുകയില്ല. അതുകൊണ്ട് മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, എന്തൊക്കെ അത് ചെയ്യും എന്ന് നമുക്ക് മനസ്സിലാക്കിയേ പറ്റൂ. നിങ്ങൾക്കറിയാം, ഒരു കൊച്ചു കുഞ്ഞിനെ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ അതിന് ഏറ്റവും നല്ല മെത്തേഡ് ആ കുട്ടി എന്താണ് അവൻ്റെ ഇഷ്ടം, എന്താണ് അവൻ്റെ അനിഷ്ടം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവന് ഇഷ്ടമുള്ള കാര്യം നമുക്ക് ചെയ്തു കൊടുക്കാനാകുമെങ്കിൽ കുട്ടികൾ നമ്മളെ വിട്ട് എവിടെയും പോവില്ല. എനിക്ക് ഇവർ മതി എന്ന് പറയുന്നത് കേൾക്കാം. നല്ലൊരു മിടുക്കിയായിട്ടുള്ള അമ്മയാണെങ്കിൽ കുട്ടി കത്തി കൊണ്ട് കളിക്കുന്നത് കണ്ടാൽ ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് കത്തി പിടിച്ച് വാങ്ങാനല്ല ശ്രമിക്കുക. കുട്ടിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതായിട്ടുള്ള കളിപ്പാട്ടം എടുത്ത് കുട്ടിയെടുത്ത് കിലുക്കി കാണിക്കും. ആ കളിപ്പാട്ടം കണ്ടു കഴിയുമ്പോൾ കുട്ടി ഈ കത്തി സൈഡിലിട്ട് ആ കളിപ്പാട്ടം വാങ്ങും. അതോടെ കത്തി നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റും. സ്വന്തം മനസ്സിനെ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ കണ്ടുകൊണ്ട് ആ കുഞ്ഞിനെ മനസ്സിലാക്കുന്ന അതേ ലാഘവത്തോടെ സ്വന്തം മനസ്സിനെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് മാറ്റാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും മനസ്സിൻ്റെ ഈ പ്രോബ്ലം സീക്കിംഗ് മൈൻഡിൽ നിന്ന് പോസിബിലിറ്റി മൈൻഡിലേക്ക് നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. ഒന്നാമത്തെ കാര്യം, നമ്മുടെ മനസ്സ് മുഖ്യമായിട്ട് 4 ചിന്താധാരകളിലൂടെ പോവുകയാണ്. പോസിറ്റീവ്, നെഗറ്റീവ്, വേസ്റ്റ് ആൻഡ് നെസസറി തോട്ട്സ് എന്ന് പറയും. ഈ 4 ചിന്തകളിൽ പോസിറ്റീവ് തോട്ട് ഉണ്ടാക്കാനാണ് നമ്മളെ സഹായിക്കുന്നതായിട്ടുള്ള ഒന്നുകൂടെ ഞാൻ വിശകലനം ചെയ്ത് പറഞ്ഞുതരാം നിങ്ങൾക്ക്. പോസിറ്റീവ് തോട്ട്സ് എന്ന് വെച്ചാൽ എന്താണ്? മനസ്സിൻ്റെ ഉള്ളിൽ നമുക്ക് ഉന്മേഷവും ഉത്സാഹവും തരുന്ന ഗുണത്തിൻ്റെ ആധാരത്തിൽ ബേസ് ചെയ്ത തോട്ട്സ് എന്താണോ അത് നമ്മൾ പറയുന്ന പേരാണ് പോസിറ്റീവ് തോട്ട്സ് എന്ന് പറയുന്നത്. നമ്മുടെ ഉന്മേഷവും ഉത്സാഹവും ഇല്ലാതാക്കുന്ന ആ വില്ലനായിരിക്കുന്ന ചിന്ത എന്തോ അതിൻ്റെ പേരാണ് നെഗറ്റീവ് തോട്ട്സ് എന്ന് പറയുന്നത്.